നല്ലൊരു ക്രൈം ഡ്രാമയാണ് തലവൻ. സ്ഥിരം ഫീൽ ഗുഡ് സിനിമകൾ എടുക്കുന്ന ജിസ്റ്റോയ് മാറി ചിന്തിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അത് നന്നായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. നല്ലൊരു സോൾഡ് സ്ക്രീൻ പ്ലേ ഉണ്ട് സിനിമയ്ക്ക്. അതുകൊണ്ട് തന്നെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട് സിനിമ. ഈ സ്ക്രീൻ പ്ലേയിലുള്ള ഈ ഒരു ബലം കാരണം അടുത്തടുത്ത സീക്വൻസുകൾ ഇല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത് എന്താണെന്ന് അറിയാനൊക്കെ ഭയങ്കര ആകാംക്ഷ ഉണ്ടാകും. സോ അങ്ങനെ നല്ല പിടിച്ചിരുത്തി കൊണ്ട് തന്നെയാണ് സിനിമ തുടക്കം മുതൽ അവസാനം വരെ പോകുന്നത്. ആൻഡ് ഈ സിനിമയുടെ ആ ഒരു സ്ക്രീൻ പ്ലേയിലെ ബലം ഉള്ളത് കൊണ്ട് സിനിമയിൽ വന്നു പോകുന്ന പറഞ്ഞു പോകുന്ന പേരുകളും വന്നു പോകുന്ന കഥാപാത്രങ്ങളും ഓരോരോ പർട്ടിക്കുലർ സീക്വൻസുകളും എല്ലാം തന്നെ ഒന്നും അനാവശ്യമായിട്ട് വിടാതെ എല്ലാം സിനിമയുടെ ആ ഒരു പ്ലോട്ടിന് ആവശ്യമുള്ള രീതിയിൽ പോകുന്നത് കൊണ്ട് സിനിമയിൽ എവിടെയും നമുക്കൊരു വേസ്റ്റ് ഫീൽ തോന്നില്ല. ചില സിനിമകൾക്കൊരു പർട്ടിക്കുലർ ജങ്ക് ഓഫ് പോർഷൻ തന്നെ നമുക്ക് അനാവശ്യമായിട്ട് ഉണ്ടാവും. പക്ഷെ ഇതിൽ എനിക്ക് ഒരു സീക്വൻസ് പോലും എനിക്ക് സിനിമയിൽ അനാവശ്യമായിട്ട് തോന്നില്ല. പക്ഷെ ഇതൊരു വലിയ സംഭവം എന്നൊന്നും എനിക്ക് തോന്നില്ല. ഒരു ത്രില്ലർ മോഡിലല്ല ഈ സിനിമ പോകുന്നത്. അതിൻ്റെ ഒരു നല്ല സ്ലോ പേസിലുള്ള ഒരു ക്രൈം ഡ്രാമ എന്ന രീതിയിലാണ് ഈ സിനിമ അപ്രോച്ച് ചെയ്തതായിട്ട് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ പ്രേമലുവിൻ്റെയും ബ്രഹ്മയുഗത്തിൻ്റെ ഒക്കെ ഒപ്പം തന്നെ ഇറങ്ങിയിട്ടുള്ള അന്വേഷിപ്പിൻ കണ്ടെത്തും അധികം ആൾക്കാർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, അധികം ആൾക്കാർ ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെടാത്തൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അതൊരു നല്ല ക്രൈം ഡ്രാമയായിട്ട് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടു. കാരണം ഇൻവെസ്റ്റിഗേറ്റീവ് മോഡിലുള്ള ഒരു മർഡർ മിസ്റ്ററി, അതിന് പുറകിലുള്ള കാര്യങ്ങളൊക്കെ സമയമെടുത്ത് നീറ്റായിട്ട് നല്ല എല്ലാ തരത്തിലുള്ള റെഫറൻസുകളും വെച്ചുകൊണ്ട് ഇരുന്ന് എഴുതിയിട്ടുള്ള സാധനമായിട്ട് എനിക്ക് ആ സിനിമ ഫീൽ ചെയ്തു. അതേപോലെ തന്നെയുള്ള നല്ലൊരു ചിത്രമായിട്ടാണ് എനിക്ക് തലവൻ എന്ന സിനിമ ഫീൽ ചെയ്തത്. എഴുത്ത് അടിപൊളിയാണ്, ഇരുന്ന് എഴുതിയിട്ടുണ്ട്. ഓരോ സാധനങ്ങളും ഓരോ സീക്വൻസുകൾ എഴുതുമ്പോൾ ഓക്കെ ഇത് ഇവിടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരൊറ്റ കാര്യം വെച്ചുകൊണ്ട് പ്ലോട്ടിലേക്ക് ആവശ്യമുള്ളതാണോ, സബ് പ്ലോട്ടിലേക്ക് പോകുന്നുണ്ടോ, അനാവശ്യ പ്ലോട്ടുകളൊക്കെ ഉണ്ടോ, പ്രേക്ഷകരെ വെറുതെ വഴിതിരിക്കാനൊക്കെ വെറുതെ കുത്തിക്കയറ്റി വെക്കുന്നതാണോ എന്നൊക്കെ ആലോചിച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം സെറ്റ് ചെയ്ത് കിടിലിനായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ഉള്ളത് കൊണ്ട് നല്ല എൻഗേജിങ് ആയിട്ടുള്ളൊരു മൂവിയായിട്ട് തോന്നുന്നുണ്ട് തലവൻ സിനിമ. ആൻഡ് ഇവരുടെ പെർഫോമൻസ് ഉള്ളത് കൊണ്ടും ആൻഡ് ഇവർക്ക് അങ്ങനെ ഈ ഇരുന്ന് ഷൈൻ ചെയ്യാനുള്ള സാധനങ്ങളൊന്നും സിനിമയിലില്ല. അങ്ങനെ തന്നെ അല്ല ഇത് വെച്ചിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 2-3 ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു സിനിമാറ്റിക് അപ്രോച്ചിലല്ല, ഭയങ്കര റിയലിസ്റ്റിക് ഫീലിലാണ് ഈ സാധനങ്ങൾ എടുത്തിട്ടുള്ളത്. സോ പോലീസുകാരുടെ ലൈഫ് റിയലായിട്ട് എങ്ങനെ ഉണ്ടാവും, അവരൊരു കേസ് അന്വേഷിച്ച് എങ്ങനെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഈ ഒരു പോലീസ് സർജൻ്റെ ഡയറി കുറിപ്പോ അങ്ങനെ. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇതുപോലെ ഒരുപാട് കുറേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസസ് നമ്മൾ വായിക്കാറുണ്ട്. അങ്ങനത്തെ നമ്മൾ വായിക്കുന്നൊരു കേസ് നമ്മൾ നേരിട്ട് കണ്ട എങ്ങനെ ഉണ്ടാവും അതുപോലെ ഫീൽ ചെയ്തൊരു ഈ ഒരു പടം ഇതേപോലെ തന്നെ ആയിരുന്നു എനിക്ക് അന്വേഷിപ്പിക്കാൻ കണ്ടെത്തും. അതുകൊണ്ട് തന്നെ ഒരു പക്കാ കൊമേഴ്ഷ്യൽ ക്രൈം ത്രില്ലർ എന്ന രീതിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരുപാട് സ്പേസസ് ഉള്ളൊരു മൂവിയായിട്ട് പോലും അതിനെ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്തതുകൊണ്ട് സിനിമ നല്ല രസമുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സോ സിനിമ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എനിക്ക് സിനിമയിൽ ആകെ ഒരു പോരായ്മ എന്ന് എനിക്ക് തോന്നിയത് ഇതിലെ സൗണ്ട് ഇഫക്ട്സുകളും സ്കോറുകളൊക്കെ തന്നെയാണ്. സിനിമയുടെ എൻഡിൽ അവസാനം എൻ ക്രെഡിറ്റ്സ് വരുമ്പോൾ ഉള്ള ഒരു ടൈറ്റിൽ ട്രാക്കാണെന്ന് തോന്നുന്നത് അവസാനമുള്ളത്. എനിക്ക് അത് മാത്രമാണ് സിനിമയിൽ ഒരു എടുത്തു നിൽക്കുന്ന സാധനമായിട്ട് തോന്നിയത്. ബാക്കിയൊക്കെ സൗണ്ടിൽ എനിക്ക് എവിടെ ഒരു വലിയ ഹൈലൈറ്റ് ഒന്നും തോന്നിയില്ല. സാധാരണ ഇങ്ങനത്തെ സിനിമകൾക്കൊക്കെ ചില എലിവേഷൻ പോയിന്റുകളൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട്. അത് മാത്രമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ശ്രദ്ധിക്കാതെ പോയൊരു സാധനം. ഇതിലെ സൗണ്ട് ഡിസൈൻ അത്ര വലുതായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോ എന്നെ സംബന്ധിച്ച് നല്ലൊരു ചിത്രമാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഓൾറെഡി ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീണ്ടും കാണാം.